ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസവും അതുപോലെ നല്ലൊരു സായാഹ്നവും ഒക്കെ ആകട്ടെ എന്നൊക്കെ ആശംസിച്ച് നമുക്ക് ഇന്നത്തെ അല്ല നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാമേ. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരാം കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി ഇപ്പോൾ തന്നെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. നോട്ടിഫിക്കേഷൻ കുറേ പേരിൽ പോകണമെങ്കിൽ നിങ്ങളുടെ ലൈക്ക് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എപ്പോഴും ലൈക്ക് അടിക്കുന്ന പറയുന്നത്. പോറാന്ന് എനിക്കറിയാം, എങ്കിൽ പോലും നമുക്ക് നോട്ടിഫിക്കേഷൻ കയറി പോകണമെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ആവശ്യമാണ്. അപ്പം നമുക്ക് പറഞ്ഞല്ലേ പറ്റൂ. അപ്പം നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാണ്. നമ്മുടെ സച്ചി 4 കാലയിൽ കുടിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ സച്ചി 4 കാലയിലൊന്നും അല്ല വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം കുടിച്ചത് കുറച്ച് കൂടിപ്പോയി, അത്ര മാത്രം അകത്താക്കി. നമ്മുടെ രവീന്ദ്രൻ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ടു. പ്രത്യേകിച്ച് മഹിമയുടെ മുമ്പിൽ നാണം കെട്ടു. മഹിമ വെച്ച് നീട്ടി ആ 7 ലക്ഷം മേടിച്ചില്ല എങ്കിൽ കൂടി നമ്മുടെ രവീന്ദ്രൻ ആ വീട് കെട്ടാൻ, ആ ഒരു റൂം കെട്ടാൻ സാധിക്കാത്തത് കൊണ്ടാണല്ലോ മഹിമ ആ ഒരു 7 ലക്ഷം വെച്ച് നീട്ടിക്കൊടുത്തത്. അത് തന്നെയാണ് സച്ചിക്ക് ഏറ്റവും വലിയ വിഷമമായത് കേട്ടോ. അതുകൊണ്ട് സച്ചി കുടിച്ചിട്ട് വന്നത് രവീന്ദ്രൻ കണ്ടു, ചന്ദ്ര കണ്ടു, ശ്രുതി, വർഷ, ശ്രീകാന്ത് ഒക്കെ കണ്ടു. അങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞു, ഓ നിനക്കൊന്ന് പോയിക്കൂടെ, നീ എന്താടാ ഈ കുടിച്ചിട്ട് മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട് വന്ന് നിൽക്കുന്നത്? ചുമ്മാ മനുഷ്യൻ ഇവിടെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ ജോലി എടുത്തിട്ട് കിടന്ന് ഉറങ്ങാൻ വന്നപ്പം അവന്റെ 4 കാലിൽ കയറി വന്ന് അഭ്യാസം കാണിക്കുന്നു. ഇത് കേട്ടത് സച്ചിക്ക് ദേഷ്യം വന്നു. എന്ന് മുതലാണ് നിനക്ക് ജോലി തുടങ്ങിയത്? നിനക്ക് ജോലി തുടങ്ങിയിട്ട് ഒത്തിരി നാളൊന്നും ആയില്ലല്ലോ. ഓ, ജോലിക്കാരൻ വന്നിരിക്കുന്നു. അതെ, കല്ലുപണിക്ക് പോകുന്നതും കെട്ടിടം പണിക്ക് പോകുന്നവരും ഒക്കെ വന്ന് കിടന്നുറങ്ങാറുണ്ട്. അപ്പോഴത്തേക്ക് രേവതി പറയുകയും ചെയ്തു, അല്ല എന്റെ ഭർത്താവ് ആരുടെയും വാതില് വന്നല്ലല്ലോ പ്രശ്നം ഉണ്ടാക്കിയത്, ഈ ഹോളിനകത്ത് നിന്നല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്. പിന്നെ എന്തിനാ എന്റെ ഭർത്താവിനെ മെക്കിട്ട് കയറാനായിട്ട് വരുന്നതെന്ന് രേവതി ചോദിച്ചു. കാരണം രേവതിക്ക് അറിയാം സച്ചി കുടിച്ചിട്ട് വന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല. എല്ലാവരും നമ്മുടെ സച്ചിനെ കുറ്റപ്പെടുത്തി, പ്രത്യേകിച്ച് രവീന്ദ്രന്റെ വിഷമം ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ സച്ചി കുടിച്ചിട്ട് വന്നത്. അപ്പം വർഷയും കുറ്റപ്പെടുത്തുക സച്ചിനെ. വർഷ കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി അങ്ങോട്ട് ചെന്നില്ല, നീ കൂടുതൽ പറയണ്ടടി, നീ എന്നത്തിനടി ഇതൊക്കെ പറയുന്നത്, നിനക്ക് എന്താ അധികാരമാണ് ഇത് പറയാനുള്ളത്? നിന്റെ അമ്മ കാരണമല്ലേടി ഇത്രയും നാണക്കേട് എന്റെ അച്ഛന് ഉണ്ടാക്കിയിട്ട് വന്ന്, നീ നിന്റെ അമ്മേനെ വിളിച്ചു വരുത്തിയതല്ലേന്ന്. അപ്പം വർഷയോട് ദേഷ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, ഇങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രന് മനസ്സിലായി അത് ശരിയല്ലല്ലോ. അപ്പൊ സച്ചി നിർത്താൻ പറഞ്ഞു. അപ്പം പറഞ്ഞു, അച്ഛാ ഞാൻ എന്തിനാ അച്ഛാ നിർത്തേണ്ടത് എന്ന് പറഞ്ഞ് സച്ചി അങ്ങോട്ട് തുടങ്ങിയില്ലേ എണ്ണിപ്പിറക്കാനായിട്ട്. ഒയ്യോ, പിന്നെ നമ്മുടെ കണ്ണ് നനയിച്ചു പോകുന്ന കുറച്ച് രംഗങ്ങളാണ് കേട്ടോ നമ്മുടെ സച്ചിക്ക് പറയാനുള്ളത്. കാരണം സച്ചി അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, സച്ചി ആ വീട്ടിൽ അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ. അതുമാത്രമല്ല, സച്ചിനോട് എല്ലാവരും കൂടി ഒരു വാക്ക് പറഞ്ഞു, ഈ പറയുന്ന വർഷയും ശ്രുതിയും ഒക്കെ, ഈ വീട്ടിൽ നിന്ന് ഞങ്ങളെയൊക്കെ ഇറക്കി വിട്ടിട്ട് അവിടെ സച്ചിക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ വേണ്ടിയല്ലേ എന്ന്. അതുകൂടെ കേട്ടപ്പോഴത്തേക്കും അതുകൂടെ ഇങ്ങനെ മനസ്സിൽ കിടക്കുകയാണല്ലോ. അപ്പൊ അതിനെ ബേസ് ചെയ്താണ് പിന്നെ എല്ലാം പറയുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, എന്നെ ആർക്കും വേണ്ടാന്ന് എനിക്കറിയാം. കാരണം എൻ്റെ അച്ഛൻ മാത്രമാണ് എന്നോട് സ്നേഹമുള്ളത്. പിന്നെ ഇപ്പം രേവതി വന്നതിൽ പിന്നെ ഞാൻ സ്നേഹം എന്തെന്നൊക്കെ മനസ്സിലാക്കിയത്. പിന്നെ ഞാനിപ്പോൾ ഈ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടൊക്കെ ഉള്ള ഒരു സ്നേഹം കൊണ്ടാണ്. എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല എങ്കിലും അമ്മയുടെ സ്ഥാനത്തും അനിയന്റെ സ്ഥാനത്തും ചേട്ടന്റെ സ്ഥാനത്തും ഒക്കെ ആയിട്ട് ഞാൻ എല്ലാവരെയും സ്നേഹിച്ചിട്ടുണ്ട്. വയറ്റിൽ പിറന്ന മൂന്നാമതൊരാള് ആയതുകൊണ്ട് മാത്രമല്ല എന്നെ എൻ്റെ അമ്മ സ്നേഹിക്കാതിരുന്നത്. ചില കുടുംബങ്ങളിലെ രണ്ടാമത് 3 മക്കൾ ഉണ്ടായതിൽ രണ്ടാമത് ഒരാളായതുകൊണ്ട് മാത്രമല്ല എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കാതിരുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്, എനിക്കറിയാം. പിന്നെ എല്ലാ കുടുംബത്തിലും 3 മക്കൾ ഉണ്ടാകുമ്പം നടുക്കത്തെ കുഞ്ഞിനെ കുറച്ച് തഴഞ്ഞൊക്കെ ഇടും. പക്ഷെ സ്നേഹക്കുറവൊന്നും ഉണ്ടാവത്തില്ല, തഴഞ്ഞിടും എനിക്കറിയാം. അതുപോലെയല്ല എന്നെ, ഞാൻ രണ്ടാമത് ജനിച്ചു, അതും നടുക്കത്തെ കുഞ്ഞായിട്ട് ഞാൻ വളർന്നു. എൻ്റെ മുത്തശ്ശിയുടെ അടുത്ത്, എൻ്റെ അച്ഛമ്മയുടെ അടുത്ത് ഞാൻ വളർന്നു. അന്നും അവിടെ വന്നു കഴിഞ്ഞാലും എൻ്റെ അമ്മ എന്നെ പരിഗണിക്കാറില്ല, മടിയിൽ കയറ്റി ഇരുത്താറില്ല, ഊട്ടാറില്ല, ഉണ്ണാറില്ല, ഉറക്കാറില്ല. എൻ്റെ അച്ഛമ്മ തന്ന ഓരോ ചോറുവാ എൻ്റെ ഈ ശരീരത്തിലെ ഇപ്പം ഈ ഓടുന്ന ബ്ലഡ് എന്ന് പറയുന്നത്. പാല് പോലും ചൊവ്വേനേരെ ഞാൻ കുടിച്ചിട്ടില്ല. എനിക്കറിയാം കഥകളൊക്കെ. പിന്നെ ഈ കുടുംബത്തിലെ എല്ലാവരെയും എനിക്കും അങ്ങനെയൊക്കെ കാണാം. എന്നെ നോക്കിയിട്ടില്ലല്ലോ, ആ കണ്ണിൽ എനിക്ക് വേണമെങ്കിൽ കാണാം. പക്ഷെ ഞാൻ അങ്ങനെയല്ല. അമ്മയുടെ വിലയും അമ്മയുടെ വിലയും സഹോദരങ്ങളുടെ വിലയും അച്ഛന്റെ വിലയും ഒക്കെ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല. എൻ്റെ അച്ഛനെ ഇനി ആരെങ്കിലും വേദനിപ്പിച്ചാലുണ്ടല്ലോ, സ്വന്തം പെറ്റമ്മ ഉപേക്ഷിച്ചപ്പോൾ എൻ്റെ അച്ഛനെ എനിക്കാകെ
തണലായിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ നാഴികയ്ക്ക് 40 വട്ടം എനിക്കും രേവതിക്ക് റൂം കിട്ടാതെ ഞാൻ ഇവിടെ കിടന്ന് പരവശപ്പെടുകയാണ്, നിങ്ങൾ ഇറക്കി വിടാൻ നോക്കിയാണെന്നൊക്കെ. ദേ ഈ വീട്ടിലെ റൂം എനിക്ക് ഇപ്പോഴല്ലേ കിട്ടാറായത്. അതിനു മുമ്പ് ഈ വീട്ടിലൊരു ഇടം പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഈ വീട്ടിൽ കയറാനുള്ള ഒരു അധികാരമോ അവകാശം പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ മുത്തശ്ശിയുടെ ചൂട് പറ്റിയാ കിടന്നത്. എൻ്റെ മുത്തശ്ശിയുടെ ചൂട്, എൻ്റെ അച്ഛമ്മയുടെ ചൂട് പറ്റിയാ ഞാൻ ഉറങ്ങിയത്. അന്നൊന്നും ഞാൻ ആരോടും പരിഭവവും പരാതിയും പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പം ഞാൻ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ആരെയും ഓർത്തിട്ടല്ല. എൻ്റെ അച്ഛന് ഞാൻ ഇവിടെ ജീവിക്കുന്നതാണ് ഇഷ്ടം. എൻ്റെ അച്ഛന് ഞാൻ കൂടെ എന്നും വേണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് മാത്രമാ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇവിടെ ഇപ്പൊ പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ സച്ചിക്ക് ഇറങ്ങായിരുന്നു, രേവതിനെയും വിളിച്ചുകൊണ്ട് നിങ്ങളൊക്കെ പറഞ്ഞില്ലേ, ഈ സച്ചിക്ക് ഇറങ്ങായിരുന്നു. എനിക്ക് വീടും കൂടും ഒന്നും ഒരാവശ്യമില്ല. പക്ഷെ അച്ഛൻ ഈ വീട്ടിലുള്ളിടത്തോളം കാലം ഇതെനിക്കൊരു വീടല്ലടാ. നീയൊക്കെ പറഞ്ഞില്ലേടാ ഇതൊരു വീടാണെന്ന്. എനിക്കിതൊരു വീടല്ല. ഇത് ഇത് ഇതെനിക്കൊരു അമ്പലമാണ്, അമ്പലം. എൻ്റെ ഈ അമ്പലത്തിലെ വിഗ്രഹമാടാ എൻ്റെ അച്ഛൻ. എൻ്റെ ഈ വിഗ്രഹം എന്ന് തകരുന്നുവോ അന്ന് പിന്നെ ഇതൊരു വീടായിരിക്കും. ഇത് ഒരു മതിൽക്കെട്ടായിരിക്കും. ഇതൊരു സിമന്റും കൊണ്ട് കെട്ടി ഉയർത്തിയ ഒരു കെട്ടിടം മാത്രമായിരിക്കും. പക്ഷെ ഇപ്പൊ ഈ അമ്പലത്തില് എൻ്റെ അച്ഛനാണ് വിഗ്രഹം. എൻ്റെ അച്ഛനെ ഞാൻ പൂജിക്കുന്നത്. അതുകൊണ്ട് മാത്രം ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോകാത്തത്. ഇല്ലെങ്കിൽ എല്ലാത്തിൻ്റെ അടുത്തുനിന്ന് ഞാൻ പോയേനെ. എൻ്റെ അച്ഛനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയാലേ നിങ്ങളെല്ലാം കൊത്തിപ്പറിക്കൂടാ. എനിക്കറിയാം എൻ്റെ അച്ഛന് കൊടുക്കേണ്ട സ്നേഹമോ എൻ്റെ അച്ഛന് കൊടുക്കേണ്ട ബഹുമാനമോ നിങ്ങൾ കൊടുക്കില്ല. എൻ്റെ അച്ഛൻ ആരാണെന്നും എന്താണെന്നും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീട്ടില് എൻ്റെ അച്ഛനൊപ്പം താമസിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെയൊക്കെ ആട്ടും തുപ്പും കേട്ട് ഇവിടെ കിടക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല. എൻ്റെ അച്ഛമ്മ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. എനിക്ക് അവിടെ ചെന്ന് കിടക്കാം. പക്ഷെ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ വേണം. എൻ്റെ അച്ഛൻ്റെ മരണം വരെ ഞാൻ എൻ്റെ അച്ഛനെ ചേർത്ത് പിടിക്കും. മരണത്തിന് പോലും ഞാൻ എൻ്റെ അച്ഛനെ വിട്ടുകൊടുക്കില്ല. പിന്നെ നീ കാരണമാടാ ഇതൊക്കെ എന്ന് പറഞ്ഞ് നേരെ സുധിയുടെ മെക്കിട്ട് ചെല്ലാണ് കേട്ടോ. നീ ഒറ്റ കാരണം എൻ്റെ അച്ഛൻ ഇത്ര അപമാനം സഹിക്കേണ്ടി വന്നത്. നീ അല്ലേടാ പൈസ എടുത്തോണ്ട് മുങ്ങിയതെന്ന് പറഞ്ഞ് വീണ്ടും അടുത്ത് എല്ലാം തുടങ്ങിയപ്പോ പെട്ടെന്ന് ശ്രുതി പിടിച്ച് മാറ്റിയിട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ അയ്യോ ഇവന് ഭ്രാന്ത് തുടങ്ങിയോ, ഇത്രയും ദിവസം ഇല്ലാത്ത ഭ്രാന്താണേ ഇവന് തുടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മിണ്ടിപ്പോകരുത്. ഭ്രാന്ത് എനിക്കല്ല, നിങ്ങൾക്കാ ഭ്രാന്ത്. ഒരു വീട് കെട്ടിപ്പൊക്കി എന്ന് പറഞ്ഞ് ഭ്രാന്ത് കാണിക്കുന്നത് നിങ്ങളാ. ഈ വീട് കെട്ടിപ്പൊക്കിയതേ നിങ്ങളോ നിങ്ങളുടെ അച്ഛനോ അല്ല. ഈ വീടിന്റെ തറ ചിലപ്പോൾ നിങ്ങളുടെ ആയിരിക്കും. പക്ഷേ എൻ്റെ അച്ഛൻ്റെ വേർപ്പാ. ദേ ഈ ഭിത്തിയും ഈ കിച്ചണും ഈ ഹോളും ഓരോ റൂമുകളും എൻ്റെ അച്ഛൻ്റെ വേർപ്പാ. അത് മനസ്സിലാക്കി ജീവിക്കും നിങ്ങൾ. അല്ലെങ്കിലേ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. കെട്ടി ഇങ്ങനെ ഇരുന്നോ, ചാവുമ്പോ എല്ലാം കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. പറ്റുവോ? പല മക്കൾക്കും പല ത്രാസിൽ അളർന്ന നിങ്ങൾ ഭക്ഷണം കൊടുത്തോണ്ടിരുന്നത്. ആ ത്രാസിൽ ഏറ്റവും താഴ്ന്ന ത്രാസായിപ്പോയി എനിക്ക്. ഇത് തന്നെയാ നിങ്ങൾ ചെയ്തോണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാവാൻ കിടക്കുമ്പം ഒരു തുള്ളി വെള്ളം കിട്ടണമെങ്കിൽ മര്യാദയ്ക്ക് ഇരുന്നോന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ സച്ചി നിർത്തണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ സച്ചി പറഞ്ഞു, അച്ഛ അറിയാതെ പറഞ്ഞു പോകുന്നു അച്ഛ. എൻ്റെ അച്ഛൻ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ടില്ലേ അച്ഛ. സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല, ഒന്നിനും ഞാൻ സമ്മതിക്കില്ല. എൻ്റെ അച്ഛനെ അങ്ങനെ ഞാൻ നാണം കെടുത്തില്ല. എൻ്റെ കാറ് വിറ്റിട്ടാണേലും ഞാൻ ഇതിന്റെ മുകളിൽ റൂം പണിയും. അപ്പോഴത്തേക്കും നമ്മുടെ സുധി വന്നിട്ട്, പിന്നെ നിന്റെ സെക്കൻഡ് ഹാൻഡ് കാറ് വിട്ട് എന്നാടാ കിട്ടുന്നത്? നിന്റെ സെക്കൻഡ് ഹാൻഡ് കാറ് വിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒരു 50,000 രൂപ പോലും കിട്ടത്തില്ലല്ലോടാന്ന് പറഞ്ഞപ്പോ വീണ്ടും നമ്മുടെ സച്ചി മിണ്ടാതിരുന്നോണം നീ എന്നും പറഞ്ഞോണ്ട് അങ്ങ് ചെന്ന് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, നിർത്ത് മതി, ഒരു കാര്യം ചെയ്യുക, അവനവന്റെ റൂമിൽ പൊക്കോ. രേവതി ഇവനെ കൊണ്ടുപോയി നീ ഭക്ഷണം കൊടുത്തേന്ന് പറഞ്ഞ് സച്ചിനെയും കൂട്ടി അങ്ങ് വിടുകയാണ് രേവതിനെ. സച്ചി എന്തൊക്കെയോ പൊലമ്പിയാണ് പോകുന്നത്. ഈ സമയത്താണെങ്കിലുണ്ടല്ലോ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ നിങ്ങൾക്ക് എന്തിന്റെ ഏനക്കേടാ. അവൻ കള്ളു കുടിച്ചിട്ട് പലതും പറയുന്നതാ. അവന്റെ വയറ്റിൽ തണ്ണി കിടക്കുമ്പം അവനെ എല്ലാം തോന്നും. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത്ര സ്നേഹം കാണിക്കുന്നെന്ന് പറഞ്ഞപ്പം, ദേ ചന്ദ്രേ, നീ സ്നേഹത്തെക്കുറിച്ച് നീ വിളമ്പൊന്നും വേണ്ട. അവൻ എന്നോട് സ്നേഹമില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അവൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കും അറിയാം. പിന്നെ നീ ജയിക്കാൻ വേണ്ടി ഈ നാക്കിട്ട് വളവളവളവളെന്ന് അടിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് പറയാം, മിണ്ടാതിരുന്നോ നീ. ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നീ ഒറ്റ ഒരുത്തി കാരണമാണ് ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടായത്. നിന്റെ വീട് പോലും എടി, എന്റെ മോൻ പറഞ്ഞതുപോലെ ചാകുമ്പോഴും നീ ഈ വീട് കൊണ്ടുപോവോ അതോ ഇനിയിപ്പം? അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഒന്നും പറയാൻ നിന്നില്ല കേട്ടോ. നേരെ അകത്തേക്ക് കയറി പോവാണ്. ഇനി കൂടുതൽ നിന്ന് സീൻ കോളവാക്കണ്ടെന്ന് ചന്ദ്രയ്ക്ക് തോന്നിക്കാണും. അങ്ങനെ ചന്ദ്ര അകത്തേക്ക് കയറിപ്പോയി. പിന്നെ നേരം പരപരാ വെളുക്കുമ്പോഴേ പെട്ടെന്നൊരു മണിയുടെ ശബ്ദമാണ് കേട്ടോ. എന്ന് പറഞ്ഞ് പൂജാമുറിയിൽ നിന്ന് ഇങ്ങനെ മണി കേൾക്കുന്നു. അപ്പൊ ഒരു മണിയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്ര, ഇതാരാ രാവിലെ പൂജാമുറിയിൽ? അപ്പൊ രേവതി ചായയൊക്കെ ആയിട്ട് വന്നപ്പോ, നീ പൂജാമുറിയിലില്ലേ? പിന്നെ ആരാ പൂജാമുറിയില്? ഓ എന്റെ ശ്രുതിമോള് കയറിയതായിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതിയും വന്നു. അയ്യോ ആന്റി ചായ എന്നും പറഞ്ഞ് പുറകെ ശ്രുതിയും വന്നു. പിന്നെ ദേ നമ്മുടെ വർഷ വന്നു. അതിന്റെ കൂടെ ശ്രീകാന്ത് വന്നു.
അപ്പോഴത്തേക്കും ആരാ പൂജാമുറിയിൽ എന്നൊരു സംശയം. അങ്ങനെ പൂജാമുറിയിൽ ചെന്ന് നോക്കുമ്പോഴാണ് ഒരാൾ പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ സച്ചി. മണിയൊക്കെ അടിച്ചു, ഭയങ്കര പൂജ കേട്ടോ. എന്നിട്ട് പൂജയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്കും രേവതി, അയ്യോ ഇതാണോ സച്ചേട്ടൻ വെളുപ്പിനെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് സച്ചേട്ടനാണോ വന്നത്? അപ്പൊ രാവിലെ ഈ പാട്ടൊക്കെ വെച്ചതും സച്ചേട്ടനാണോ? ഞാന് ഭക്തിമാർഗം തീരുമാനിച്ചു. ഇനി എൻ്റെ വഴി ഭക്തിമാർഗമായിരിക്കും. അതെ, ഇന്നലെ ഞാൻ ഓവറായിട്ട് കുടിച്ചു, അതുകൊണ്ട് എനിക്ക് എന്തൊക്കെയോ പറയേണ്ടി വന്നു. അതൊക്കെ പോട്ടെ, അതൊന്നും ഇവിടെ പ്രസക്തമല്ല. ഇനി ഞാൻ ഭക്തി വഴി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ആരോടും ഞാൻ ഇനി ഒരു പാപവും ചെയ്യില്ല, ആരെയും ഞാൻ ഇനി ഒന്നും പറയില്ല. ഇനി ഭക്തി ആയിരിക്കും. ഇനി ഞാൻ എന്നും ഭഗവാന്റെ കൂടെ ഇതുപോലെ ചേർന്ന് നിൽക്കും. ഇത് കേട്ടത് നമ്മുടെ ശ്രീകാന്ത് ഒരൊറ്റ കൈകൊട്ടു കേട്ടോ. എന്നിട്ട്, എന്താ ഏട്ടാ ഇത്? ഏട്ടനെ അമ്പലത്തിൽ പോലും വിളിച്ചാൽ പോകാൻ വരത്തില്ല ഞങ്ങളുടെ കൂടെ. എന്നിട്ട് ഇപ്പൊ ഈ പൂജയൊക്കെ എന്താ ഏട്ടാ? എല്ലാത്തിനും ഒരു മാറ്റം വരേണ്ടേ ശ്രീകാന്തേ? എല്ലാത്തിനും ഒരു മാറ്റം വരണം. ഈ സച്ചി വങ്ങ് മാറാൻ തീരുമാനിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര, പിന്നെ നീ മാറിയാലേ കാക്ക മലന്ന് പറക്കും. കാക്ക മലന്ന് പറക്കട്ടെ, കാക്ക മലന്ന് പറക്കും, പൂച്ച തിരിഞ്ഞു നടക്കും, പല പ്രശ്നങ്ങളും പലതും ഉണ്ടാകും. ഏതായാലും ഇനി എൻ്റെ മാർഗം ഭക്തി. ഇനി ഞാൻ ഭക്തി മാർഗമേ സ്വീകരിക്കുന്നുള്ളൂ. ഓം നമ ശിവായ, നമ ശിവായ, ഓം നമ ശിവായ എന്ന് വന്ന് സുധിയുടെ അടുത്തേക്ക് ഒരു ഒറ്റ വരവ് കേട്ടോ. കൈ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നപ്പോൾ സുധി ഓർത്ത് അടിക്കാനാണ് കുറച്ച് ഭസ്മം എടുത്ത് ഇങ്ങനെ എറിഞ്ഞു നട്ടോ നമ്മുടെ സച്ചി. അപ്പൊ സുധി പെട്ടെന്ന് ഓടിയിട്ടോ. കൈ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി അടിക്കാൻ വരുന്നതാണോ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ സച്ചി ആയതുകൊണ്ട്. ഏതായാലും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എങ്കിലും മോനെ നിന്റെ ഈ മാറ്റം കൊള്ളാം. ഞാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു, പല മാറ്റവും ഇനി നടക്കും. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ നേടിത്തരും, നോക്കിക്കോ. ദേ ഈ വീടിന് മുകളിൽ ഞാൻ തന്നെ ഒരു റൂം പണിയും. അപ്പോഴത്തേക്കുമാണ് സുധി പറഞ്ഞത്, എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നത്? സച്ചി ഭക്തിമാർക്കൊക്കെ സ്വീകരിച്ചോ? വെറുതെ ഇങ്ങനെ പ്രതിജ്ഞ എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രേവതി പറഞ്ഞു, അതെന്താ, എൻ്റെ ഭർത്താവിന് ഈ വീടിന്റെ മുകളിൽ റൂം പണിയാനുള്ള കഴിവില്ലേ? എന്താ ശ്രുതി പറയുന്നത്? എൻ്റെ ഭർത്താവ് ഈ വീടിന്റെ മുകളിൽ റൂം പണിയുക തന്നെ ചെയ്യും, നീ നോക്കിക്കോ. ദേ ഇത് ഈ രേവതിയുടെ ശപഥമാ. എൻ്റെ ഭർത്താവ് ഈ വീടിന് മുകളിൽ ഒരു റൂം പണിയും, അത് ഉറപ്പായ കാര്യം തന്നെയാണ്. അത് ഈ രേവതിയുടെ ശപഥമാണ്. ഇത് കേട്ടതും നമ്മുടെ ചന്ദ്ര, ഓ പിന്നെ ശപഥം എടുക്കാൻ നീ ഏത് ശീലാവതിയാടി? ഞാൻ ശീലാവതി ആയിട്ടൊന്നുമല്ല, ഞാൻ പറഞ്ഞത് ശപഥം തന്നെയാണ്. ഞങ്ങളതായിട്ട് തന്നെ ഇതിന്റെ മുകളിൽ റൂം പണിയും. സച്ചേട്ടാ പണിയണം സച്ചേട്ടാ. ഈ രേവതി ദേ ഈ പൂജാമുറിയുടെ മുമ്പിൽ വെച്ചാ ഈ ശപഥം എടുക്കുന്നതെന്ന് പറയാം. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കളിയാക്കുകയാണ് കേട്ടോ രേവതീനെ. ഒരു ശബ്ദം എടുത്തിട്ട് അതുപോലും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഒരു താലി മേടിച്ചത് മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ. എന്തോ ഒരു ശബ്ദം എടുത്തായിരുന്നല്ലോ രേവതി, എന്നിട്ട് അതുപോലും പൂർത്തിയാക്കാതെയാണോ അടുത്ത ശബ്ദത്തിലേക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഏതായാലും നമ്മുടെ രേവതി പറയുന്നുണ്ട്, ശബ്ദം എന്ന് പറഞ്ഞാൽ ഈ രേവതി പറഞ്ഞതായിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ സച്ചേട്ടനും ഞാനും കൂടെ ചേർന്ന് ഒരു റൂം പണിയുക തന്നെ ചെയ്യും. ഞങ്ങളുടെ അച്ഛൻ്റെ ആഗ്രഹം അത്. അതുകൊണ്ട് ഈ രേവതി എടുക്കുന്ന ശബ്ദം എന്നൊക്കെ പറഞ്ഞ് ശബ്ദം എടുക്കാറുണ്ട് രേവതി. എന്തായാലും ബാക്കി സീനൊക്കെ കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാമല്ലേ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നാളത്തെ ഫുൾ വിശേഷം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വരെ എത്തുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പൊ ഇന്നലെ നമ്മൾ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇന്നലെ വിശേഷം ഇടാത്തത് വേറെ ഒന്നും അല്ല കേട്ടോ. നമ്മൾ മിനിഞ്ഞാന്ന് പറഞ്ഞ കഥയിൽ ഇന്നലെ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി പറഞ്ഞു. അപ്പൊ വീണ്ടും ഞാൻ നാളെ കഥ പ്രമോ ആയിട്ട് ഇടും. ഇന്നത്തെ പ്രമോ ആയിട്ട് ഇടുമ്പോഴത്തേക്കും അത് കേൾക്കുന്നവർക്ക്, സ്ഥിരം കാണുന്ന പ്രേക്ഷകരാണ് എനിക്കുള്ളത്. അപ്പൊ അത് കേൾക്കുന്നവർക്ക് ചിലപ്പം അത് ദഹിച്ചെന്ന് വരില്ല, റിപ്പീറ്റാന്ന് പറയും. അപ്പം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരെ വെറുതെ അസ്വസ്ഥപ്പെടുത്തണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാൻ കറക്റ്റ് തലേ ദിവസത്തെ കഥ മാത്രം പറഞ്ഞിടുന്നത്. അപ്പം കൂടി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പിറ്റേ ദിവസം കഥ പറയാറില്ല. അതിന് കാരണം വീണ്ടും ഞാൻ അത് തന്നെ ആവർത്തിക്കേണ്ടി വരും. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പൊ ഏതായാലും എല്ലാവരും കാത്തിരിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ അലീനയുടെ കഥ റിയൽ സ്റ്റോറിക്കകത്ത് നമ്മൾ ഇപ്പോഴും ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇന്നും വൈകിട്ടൊരു 7:30 കറക്റ്റ് 7:30 ആകുമ്പോൾ റിയൽ സ്റ്റോറിക്കകത്ത് നമ്മുടെ അലീനയുടെ പ്രമോ, അതായത് ഫുൾ വിശേഷമായിട്ടോ ഇടുന്നത്. എന്നും ഇടുന്നുണ്ട്. നമ്മളൊരു 10-14 മിനിറ്റോളം നമ്മൾ ഫുൾ വിശേഷം പറയുന്നുണ്ട് അലീനയുടെ കഥ. കിട്ടില്ല കഥയാണ് കേട്ടോ. അപ്പൊ അത് ഇതുവരെ ആരെങ്കിലും നമ്മുടെ ചാനലിൽ കയറി കണ്ടിട്ടില്ലെങ്കിൽ റിയൽ സ്റ്റോറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. റിയൽ സ്റ്റോറിയിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മുടെ അലീനയുടെ കഥയുടെ പേരും കൂടി ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മുടെ ചാനൽ കിട്ടുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം. ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.